പ്രിയ വിദ്യാർത്ഥികളെ, കൊമേഴ്സ് +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് അവസാനമായി നമ്മൾ ക്ലാസ് എടുത്തത്. 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ എസൻസ് എന്നറിയപ്പെടുന്ന കോർഡിനേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് 5 എണ്ണമാണെന്നും അതിലൊന്ന് പ്ലാനിങ്, 2 ഓർഗനൈസിങ്, 3 സ്റ്റാഫിംഗ്, 4 ഡയറക്റ്റിംഗ്, 5 കൺട്രോളിംഗ്. ഇങ്ങനെ 5 ഫംഗ്ഷനാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഇതുപോലെ റൗണ്ട് വരച്ച് അതിനെ 5 ഭാഗങ്ങളാക്കി ഓരോന്നിനും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എഴുതുന്നു. ഇനി ഇത് കൂടാതെ മറ്റൊരു ഫംഗ്ഷൻ കൂടി മാനേജ്മെന്റ് ഉണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കോഓർഡിനേഷൻ എന്ന് പറയുന്നത്. കോഓർഡിനേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുക. എന്താണ് പറയുക? എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഇനി കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോർഡിനേഷൻ എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എങ്കിലും എന്താണ് കോർഡിനേഷൻ? നോക്കൂ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, യൂണിറ്റ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിംഗ് ഗോൾസ്. ഒരു ബിസിനസ്സിലെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ആ ബിസിനസ് സ്ഥാപനത്തിലുള്ള വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളെ അതല്ലെങ്കിൽ യൂണിറ്റുകളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് കോഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, യൂണിറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിംഗ് ഗോൾസ്. അങ്ങനെ ലക്ഷ്യം നേടാൻ വേണ്ടി വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ പ്രവർത്തനങ്ങളെ എന്തൊക്കെ നടന്നു എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ ഏതെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരുമിപ്പിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനൊക്കെ സത്യനം ചെയ്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അത് നേടുക എന്നതാണ് കോഓർഡിനേഷൻ എന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നേരത്തെ ഞാൻ പറഞ്ഞു എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു പഴത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രീമായ ഭാഗത്തിനാണ് എസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ക്രീമായ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏറ്റവും ക്രീമായ ഒരു പ്രവർത്തനമാണ് ഈ മാനേജ്മെന്റിലെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എൻ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് ഇതിനെ പറയുക. ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും എസൻസ് ഓഫ് മാനേജ്മെന്റ് ഏതാണെന്ന്. കൂടുതൽ തന്നെ മനസ്സിലേക്ക് വരേണ്ടത് കോഓർഡിനേഷൻ എന്ന ഫംഗ്ഷനാണ്. ഇനി for smooth functioning of an organization, coordination is necessary. ഒരു സ്ഥാപനം സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്താ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക? അത് ഒരു തകരാറുമില്ലാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ലക്ഷ്യം നേടണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്താവശ്യമാണ്? ഈ കോഓർഡിനേഷൻ ആവശ്യമാണ്. ഇനി കോഓർഡിനേഷൻ ആവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇനി ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ ആണ് പറയുന്നത്. അതിലൊന്ന് എന്താണ്? ഒന്ന്, ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫോർട്സ് എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളായിട്ട്, പല യൂണിറ്റുകളായിട്ട്, പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളെ എന്താക്കി മാറ്റണം? ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്. നോക്കൂ, കോർഡിനേഷൻ യൂണിറ്റ് ദ ഡൈവേഴ്സ് ഓർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഇൻടു വൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ഗ്രൂപ്പ്, വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ, വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളെ ഒരു യൂണിറ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാത്തിന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ യൂണിറ്റ്. ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിലും സ്ഥാപനം
മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ. അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ് എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത. ഇനി രണ്ടാമത്തെ എന്താണ് നോക്കിയേ, എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഒരുമിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് ഇതിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നോക്കൂ, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ഓൾ ഇൻഡിവിജ്വൽസ് വർക്ക് ആൻഡ് ഡൈവേർട്ട് ദം ടു ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പം നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോൾസ് നേടാൻ വേണ്ടിയിട്ട്, നേരത്തെ സെറ്റ് ചെയ്ത ഓർഗനൈസേഷൻ ഗോള് നേടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇവരുടെ എല്ലാവരുടെയും വർക്കുകളെ ഡൈവേർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജോലിക്കാരുടെ ഓരോ വ്യക്തിയുടെയും താഴെയുള്ള ഏറ്റവും താഴെയുള്ള സ്വീപ്പർ അടക്കമുള്ള ആളുകൾ മുതൽ മുകളിലേക്കുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരെയുള്ള മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങളെ ഈ സ്ഥാപനത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി ഉപയോഗിക്കുക, ഉപയുക്തമാക്കുക, അങ്ങനെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ഓരോന്നും നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പൊ തന്നെ നോട്ട്ബുക്ക് വെച്ചുകൊണ്ടായിരിക്കണം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത്. ഇതിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ഇതും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്താ കണ്ടിന്യൂസ് പ്രോസസ്സ്? ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കോർഡിനേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു പ്രത്യേക സമയം മാത്രം നടക്കേണ്ടതല്ല, അത് നടന്നുകൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ഫംഗ്ഷൻ. ഇതെന്തല്ല ഒരൊറ്റ സമയത്ത് ഉള്ള ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ മാനേജേഴ്സ് ടു ഓൾ ടൈംസ്. എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ എല്ലാ മാനേജേഴ്സിനെയും എല്ലാ തരത്തിലുള്ള ഏതൊക്കെയായിരുന്നു 3 തരം മാനേജ്മെന്റ്, ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ഓപ്പറേഷൻ ലെവലുണ്ട്. അല്ലെങ്കിൽ ലോ ലെവൽ എന്നും ഓപ്പറേഷൻ ലെവൽ പറയും. അപ്പൊ ഈ 3 ലെവൽ മാനേജേഴ്സിലേക്കും അതുപോലെ എല്ലാവിധ മാനേജേഴ്സിലേക്കും ഇത് കേരി ഓൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതൊരു സമയമല്ല, ഇത് ഫുൾ ടൈം ഉള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ എല്ലാ മാനേജ്മെന്റും എല്ലാ സമയത്തും, മാനേജ്മെന്റിൽ എല്ലാ ലെവലിലുള്ള ആളുകളും എല്ലാ സമയത്തും ഈ കോർഡിനേഷൻ എന്ന പ്രോസസ്സ് നടത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത്. അപ്പൊ 3 സ്വഭാവ സവിശേഷതകൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഓർഡിനേഷൻ എന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഇത് മാനേജ്മെന്റിന്റെ എസൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രവാസികളാണ്. ഇതെന്താണ് പ്രവാസികൾ പറഞ്ഞത്? പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ്? മണ്ണിലും വെള്ളിയിലും തൂണിലും തീർപ്പിലും ദൈവം ഇരിക്കുന്നു. അതുപോലെ ഈ കോർഡിനേഷൻ എന്നത് ബിസിനസിന്റെ എല്ലാ മേഖലയിലും ഇരിക്കുന്നു. ബിസിനസിന്റെ ഓരോ ലെവലിലും മാനേജ്മെന്റ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന ബിസിനസ് മാനേജ്മെന്റില് ഇതിന്റെ ഓരോ ലെവലിലും കോർഡിനേഷൻ എന്ന ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് പെർവാസീവാണെന്ന് നമുക്ക് പറയാം. മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ഓൾ പെർവാസീവ് ആണ്. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. അപ്പോൾ ഇത് പെർവാസീവ് ആണ്. ഇപ്പോൾ 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഇത് എന്താണ് നോക്കൂ. കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിലുള്ള എല്ലാ മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു MD മാനേജിംഗ് ഡയറക്ടർ ആ കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനത്തെ
ഏകോപിച്ചാൽ മാത്രമേ ആ സ്ഥാപനത്തിന് ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചാൽ, ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ അതിന്റെ ലക്ഷ്യം, ആ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യം നിറവേറ്റാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജേഴ്സ്, എല്ലാ തരം മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. നോക്കൂ, ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ കോർഡിനേഷൻ ഈസ് നെസസറി. നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ ഇല്ലാതെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. ടോപ്പ് ലെവൽ കോർഡിനേറ്റ്, മിഡിൽ ലെവൽ ദേ വിൽ കോർഡിനേറ്റ് ലോ ലെവൽ. അപ്പം ടോപ്പ് ലെവൽ കോർഡിനേറ്റ് മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ കോർഡിനേറ്റ് മിഡിൽ ലെവൽ, ദേ വിൽ കോർഡിനേറ്റ് ലോ ലെവൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, MD, പ്രസിഡന്റ്, CEO അടക്കമുള്ള ആളുകൾ ആരെ കോർഡിനേറ്റ് ചെയ്യും? തൊട്ട് താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സിനെ, അതായത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യും. അവര് ലോ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. അപ്പൊ എല്ലാ മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ. എന്താണ് ഡെലിബറേറ്റ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് നോട്ട് ആൻ അസംപ്ഷൻ ബേസ്ഡ് ഫംഗ്ഷൻ. അപ്പം അസ്യൂം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നാളെ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന ഒരു ഊഹത്തിന്റെ ഭാഗമായിട്ടല്ല കോർഡിനേഷൻ നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആണ്, ഒരിക്കലും എന്തല്ല ഒരു അസംപ്ഷൻ ബേസ്ഡ് ഫംഗ്ഷൻ അല്ല. ബേസ്ഡ് ഓൺ റിയലിസ്റ്റിക് ഫാക്ട് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നടക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ വെച്ചുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ മാസം ശേഖരിക്കേണ്ട തുക എന്ന് പറയുന്നത് 1000 കോടി രൂപയാണ്. ഈ 1000 കോടി രൂപ ശേഖരിക്കുക എന്ന് പറയുന്നത് അസംപ്ഷൻ അല്ല. അത് നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അത് ശേഖരിച്ചേ പറ്റൂ. അത് ശേഖരിച്ചാൽ മാത്രമേ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്തു. അങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്ത് ഈ തുക സമാഹരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു മാസത്തിൽ 1000 കാറുകളാണ്, കാർ കമ്പനിയാണെങ്കിൽ കാറാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ആ 1000 കാറ് തന്നെ അവര് ഉത്പാദിപ്പിക്കേണ്ടതായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മാത്രമേ ഈ കോർഡിനേഷൻ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ കോർഡിനേഷൻ എന്ന ആ ഒരു ഫംഗ്ഷന്റെ എന്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി കോർഡിനേഷന് വല്ല പ്രാധാന്യമുണ്ടോ? ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കോർഡിനേഷൻ എന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു വിവാഹം നിശ്ചയിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരാൾ, നിങ്ങൾ വലുതായി, ആ വലുതായതിനു ശേഷം ഇതില് ഒരു എക്സ് എന്ന കുട്ടിയുടെ വിവാഹം നമ്മളാണ് നടത്തുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിക്കോട്ടെ, അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് ഈ വിവാഹം നടത്തുകയാണ്. ഈ വിവാഹം നടത്തുന്ന സമയത്ത് നമ്മളതിന്റെ പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ഇതെല്ലാം ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട്, സ്റ്റാഫിങ്ങിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുത്തു. ഒരു എക്സ് എന്ന ഒരാൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ വിവാഹത്തിന് ആവശ്യമായ പണം കളക്ട് ചെയ്യാൻ. വൈ എന്ന വ്യക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന് ഡ്രസ്സുകൾ എല്ലാം എടുക്കാൻ. സെറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭക്ഷണം ഏർപ്പാട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ എ എന്ന വ്യക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്വർണം എടുക്കുന്നതാണ്. ഇങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ വിവാഹത്തിന് വേണം. അങ്ങനെ ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ വിവാഹത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ ഇലകളും പ്ലേറ്റുകൾ അടക്കമുള്ള ഗ്ലാസുകൾ അടക്കമുള്ളത് ഒരു സി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അങ്ങനെ വിവാഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോവാണ്. ആ സമയത്താണ് ഒരു കല്യാണത്തിന്റെ ഡേറ്റ് ആയതിന്റെ തലേ ദിവസം
ഒരു 2 ദിവസത്തെ ബന്ദ് അങ്ങ് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അങ്ങനെ 2 ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചു. എങ്കിലും വിവാഹം നടത്താമെന്ന് ആ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. വിവാഹം നടത്തുന്നത് കുഴപ്പമില്ല, അവർക്ക് ആവശ്യമായ വാഹന യാത്രകളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവാഹ ദിവസമായി. വിവാഹമെല്ലാം കഴിഞ്ഞു. ഭക്ഷണം കൊടുക്കേണ്ട സമയം. ഭക്ഷണം കൊടുക്കേണ്ട സമയമായപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ പ്ലേറ്റും ഗ്ലാസും ഇലയും അടക്കമുള്ള ഭക്ഷണം വിളമ്പാൻ ആവശ്യമായ വസ്തുക്കളൊന്നും തന്നെ അവിടെ എത്തിയിട്ടില്ല. ഉടൻ തന്നെ അന്വേഷണമായി ഇതെന്തേ എത്താതിരുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും എത്തിയെങ്കിലും എന്തുകൊണ്ട് ഭക്ഷണം വിളമ്പാൻ ആവശ്യമായ പ്ലേറ്റുകളും മറ്റും എത്തിയില്ല. ഉടൻ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജർ ആയിട്ടുള്ള വ്യക്തി ഈ സംഗതി ആരെയാണോ ഏൽപ്പിച്ചത് അയാളെ അന്വേഷിച്ചു. അപ്പൊ സി എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ ഇതിനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അയാള് ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് ഒരു വിസ വന്ന് ഗൾഫിലേക്ക് പോയി. അപ്പൊ പെട്ടെന്ന് വിസ വന്ന് ഗൾഫിലേക്ക് പോയത് കൊണ്ട് അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിഞ്ഞതുമില്ല. മാനേജർ ഓരോരുത്തരെയും വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയായി, എവിടെ എത്തി, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ തന്നെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് കോർഡിനേഷൻ പ്രോസസ് നടത്താത്തത് കൊണ്ട് അയാൾ പോയത് അറിഞ്ഞില്ല. അങ്ങനെ അയാൾ പോയത് അറിയാത്തത് കൊണ്ട് പ്ലേറ്റും ഗ്ലാസ് എത്തിയതില്ല. അപ്പൊ പ്ലേറ്റും ഗ്ലാസും എത്താതിരുന്നത് കൊണ്ട് ഭക്ഷണം വിളമ്പാനാവാതെ പ്രയാസപ്പെടുകയും ഈ വിവാഹം കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ ഈ വിവാഹമാകുന്ന പ്രവർത്തനത്തിന് ലക്ഷ്യം നേടാതിരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഈ കോർഡിനേഷൻ എന്ന പ്രോസസ്സ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ വലിയ പ്രാധാന്യമില്ലാത്തൊരു സംഗതിയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം അല്ല. ചിലപ്പോൾ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരാൾ പറയുന്നു മാനേജ്മെന്റിൽ കോർഡിനേഷൻ ആവശ്യമില്ല എന്ന്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം ആ അഭിപ്രായം തെറ്റാണ്. നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഓരോ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് എന്താണ് നോക്കൂ, ഗ്രോത്ത് ഇൻ സൈസ്. എന്താ ഗ്രോത്ത് ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ, ഈ ഓർഗനൈസേഷൻ ഗ്രോ ഇൻ സൈസ് many workers are employed. For maintaining good relation between individual goal and organization goal, coordination is must. ഒരു വലിയ ഓർഗനൈസേഷൻ നമുക്കറിയാം, ചെറുതായിട്ട് തുടങ്ങിയാലും അത് വലിയ ഗ്രോത്തിലേക്ക് വരും. അത് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വലിയ സ്ഥാപനമായി മാറും. ഇങ്ങനെ വലിയ സ്ഥാപനമായിട്ട് മാറുമ്പോൾ അവിടെ എംപ്ലോയീസ്, അതുപോലെ തന്നെ വർക്കേഴ്സും മാനേജേഴ്സിന്റെ എണ്ണമൊക്കെ തന്നെ വർദ്ധിക്കും. ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷന്റെ ഗോളും വ്യക്തിയുടെ ഗോളും രണ്ടും വേറെയായിരിക്കും. ഇതിനെ രണ്ടിനെയും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ ഗോളിനെയും ഓർഗനൈസേഷണൽ ഗോളിനെയും എന്തിനു വേണ്ടി മാറ്റണം? ഓർഗനൈസേഷൻ ഗോൾ ലഭിക്കാൻ, ഓർഗനൈസേഷൻ ഗോൾ കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് കഴിയണം. നോക്കൂ, മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾ, കോർഡിനേഷൻ മസ്റ്റ്. അപ്പൊ ഇൻഡിവിജ്വൽ ഗോളും ഓർഗനൈസേഷൻ ഗോളും തമ്മിൽ ഗുഡ് റിലേഷൻ ഉണ്ടാവണം. എങ്ങനെയാ ഗുഡ് റിലേഷൻ ഉണ്ടാവുക? അപ്പം ഞാനൊരു ബിസിനസ്സിൽ ജോലി ചെയ്ത് മാനേജറാണ്. അപ്പൊ എനിക്ക് മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് എന്റെ ലക്ഷ്യങ്ങളുണ്ടാവും, അതോടൊപ്പം തന്നെ ബിസിനസ്സിന്റെ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പം അതുപോലെ തന്നെ വേറൊരു മാനേജർ, അങ്ങനെ 5-6 മാനേജർമാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ അവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ആ സൂപ്പർവൈസേഴ്സും അവർക്ക് ഓരോരുത്തർക്കും ലക്ഷ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ ലക്ഷ്യമുണ്ട്. അപ്പൊ അവരുടെയും എന്റെയും അടക്കമുള്ള ലക്ഷ്യങ്ങളെയും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനെയും നല്ല റിലേഷനിലൂടെ ഗുഡ് റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ പൊതു ലക്ഷ്യത്തിലേക്കാക്കി മാറ്റാനായിട്ട് കഴിയണമെങ്കിൽ ശരിക്കും കോർഡിനേഷൻ ആവശ്യമാണ്. ഒന്നുകൂടി നോക്കാം. ഓർഗനൈസേഷൻ ഗ്രോ ഇൻ സൈസ്, മെനി വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾ. അപ്പൊ കോർഡിനേഷൻ അവിടെ മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഒന്നാമത് ഗ്രോത്ത് ഇൻ സൈസ് എന്നാണ് നിങ്ങളിതിന്റെ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുന്നത്. ഇനി രണ്ടാമത്തത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ.
എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് പല ഫങ്ഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ നേരത്തെ പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പലവിധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. നോക്കൂ, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടാവും, ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യണം, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മൾ കുറച്ചെടുത്തൊന്നും മാത്രമേ 1 2 3 4 5 6 7 8 9 ഇത് തന്നെ 9 ഫംഗ്ഷൻ. ഈ നമുക്ക് ഫംഗ്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ഈ 9 ഫംഗ്ഷനുകളെയും ഇവരൊക്കെ വ്യത്യസ്തമായ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് അവിടെ ഭരണപരമായിട്ട് കാര്യങ്ങളാണ്, ഇവിടെ സാമ്പത്തികവും അതുപോലെ തന്നെ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളാണ്. ഇങ്ങനെ വിവിധങ്ങളായ ഈ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഒരു ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റണം. ഇതിനെല്ലാം എന്താക്കണം? ഒരു യൂണിറ്റ് ആക്കി, ബിസിനസ് എന്ന ഒരു യൂണിറ്റ്, ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ആ ഒരൊറ്റ യൂണിറ്റ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഈ കോർഡിനേഷൻ പറയുന്നത്. അപ്പം ഒരു ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും, അതിനെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന പ്രവർത്തനമാണ്. നോക്കൂ, many diverse departments are working in organization. They have their own plans also for increasing efficiency. They should be coordinated. അപ്പോൾ ഓരോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. അവരുടെ പ്ലാനുകളൊക്കെ തന്നെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ഹയർ ലെവൽ മാനേജർ ചെയ്യണം. അങ്ങനെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ടും അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ ഗോൾ കൃത്യമായിട്ട് അറ്റീവ് ചെയ്യാനായിട്ടും കഴിയുകയുള്ളൂ. എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ലക്ഷ്യമുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ബിസിനസിന്റെ അന്തിമ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യങ്ങളെ എന്താണോ അവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ തന്നെ ഹയർ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും ഫംഗ്ഷനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കോർഡിനേഷൻ ആവശ്യമാണ്. അതാണ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഫങ്ഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ഈ ഇതിനെല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയണം എന്നതാണ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻക്രീസസ് എഫിഷ്യൻസി. നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോർഡിനേഷൻ വേണം. If there is coordination, organization can save resources and reduce duplication of work. എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ ഓരോ റിസോഴ്സും പലതരത്തിലുള്ള റിസോഴ്സുകളാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. മാൻ പവർ റിസോഴ്സ് ഉണ്ടാവും, മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ റിസോഴ്സുകളെ ഒക്കെ തന്നെ സേവ് ചെയ്തു. ഓർഗനൈസേഷൻ ക്യാൻ സേവ് റിസോഴ്സുകളെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തരുത്. ആൻഡ് റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ്. എന്താ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്? ഇപ്പൊ നേരത്തെ നമ്മൾ വിവാഹത്തിൽ പറഞ്ഞു, അതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിലും അതും ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. ഓർഗനൈസേഷൻ അല്ലെന്നല്ല, ഒരു സംഘടനയാണ്. വിവാഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ഫോം ചെയ്തൊരു സംഘടനയാണ്. അപ്പൊ ആ സംഘടനയില് നേരത്തെ കോർഡിനേഷൻ നടന്നിരുന്നില്ല. നമുക്ക് ഇദ്ദേഹം ഗൾഫിൽ പോയ സമയത്ത് അയാൾക്ക് പകരമായിട്ട് നമുക്ക് ഒരാളെ വെച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനം നടത്താൻ കഴിയും. അതുപോലെ തന്നെ കോർഡിനേഷൻ സമയത്ത് കോർഡിനേഷൻ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടാണ് അത് നടന്നത്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ വർക്ക്. എന്താ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരേ പ്രവർത്തനം തന്നെ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യും. ഉദാഹരണമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ മനുഷ്യ വിഭവത്തെ, അതായത് ഉദ്യോഗസ്ഥന്മാരെയും ജോലിക്കാരെയും തന്നെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അവരത് ഏർപ്പെട്ട സമയത്ത് തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമുള്ള ഒരു ഫിനാൻസ് ഓഫീസറെ എടുക്കാനായിട്ട് സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരാളെ എടുക്കാനായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ്? പരസ്യം കൊടുക്കുക. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും പരസ്യം കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും പരസ്യം കൊടുക്കുന്നു. ആരാവശ്യമുണ്ട്? ഒരു ഫിനാൻസ് മാനേജർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ
ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ്. രണ്ട് സ്ഥലത്ത് ഒരേ പ്രവർത്തനം നടക്കുന്നു. ഇത് സ്ഥാപനത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കും, മറ്റൊരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ മാനേജർ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനെയും വിളിച്ചു വരുത്തി അവിടെ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഫിനാൻസ് മാനേജർ പറയുന്നു, ഞങ്ങൾക്കൊരു ഫിനാൻസ് മാനേജറെ ആവശ്യമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഈ കാര്യം ഉടൻ തന്നെ ടോപ്പ് ലെവൽ മാനേജർ ആർക്ക് കൈമാറും? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ കൈമാറും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആ പ്രവർത്തനം ചെയ്യും. അപ്പൊ രണ്ട് ടീമുകൾ അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരേ പ്രവർത്തനം ചെയ്തുകൊണ്ട് സമയം കളയാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കേണ്ട ആവശ്യവും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുമെന്നതിൽ തർക്കമില്ല. ഇനി അടുത്തതായിട്ട് സ്പെഷ്യലൈസേഷൻ. എന്താണ് സ്പെഷ്യലൈസേഷൻ? നമുക്കറിയാം, ഒരേ പ്രവർത്തനം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അതിൽ എക്സ്പെർട്ടാണ്. ഇപ്പൊ നമുക്കിങ്ങനെ പറയാറുണ്ട്, റോളിംഗ് സ്റ്റോൺ ഗേവേഴ്സ് നോ മോസ്, ഉരുളുന്ന കല്ലിൽ പടരുമോ പായ എന്ന് പറഞ്ഞാൽ ഒരു പുഴ ഉത്ഭവിക്കുന്നത് ഒരു കുന്ന് നിന്ന്. ആ കുന്നിൽ നിന്ന് പുഴ ഉത്ഭവിക്കുമ്പോൾ അതിൽ കല്ല് വീഴും. ആ കല്ല് പാറക്കല്ലായിരിക്കും. ആ പാറക്കല്ല് പുഴയിലൂടെ ഒഴുകി ഉരുണ്ട് ഒഴുകി ഇത് കടലെത്തും. കടലെത്തുമ്പോഴത്തേക്ക് ഇത് നല്ല മിനുസോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് റോളിംഗ് സ്റ്റോൺ ഗേവേഴ്സ് നോ മോസ്, ഉരുളുന്ന കല്ലിൽ പടരുമോ പായെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ആണ് സ്പെഷ്യലൈസേഷൻ. ഒരു പ്രവർത്തനം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് മാറും. നോക്കൂ, കോർഡിനേഷൻ വിൽ ഇന്റഗ്രേറ്റ് ദ വർക്ക് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ്? ഇപ്പം ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് ഫിനാൻസിലെ സ്പെഷ്യലിസ്റ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന പ്രവർത്തനത്തിലെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ അവർ ചെയ്ത് ആ ഒരു പ്രവർത്തനം ചെയ്തും നേരത്തെ അത് പഠിച്ചും അത് ട്രെയിനിങ് ചെയ്തും ഒക്കെ തന്നെ അവരെ അതിൽ എക്സ്പെർട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ എക്സ്പെർട്ട് ആയിട്ടുള്ള സ്പെഷ്യൽ മാനേജേഴ്സിന്റെ വാക്കുകൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ കോർഡിനേഷൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ കോർഡിനേഷൻ വിൽ ഇന്റഗ്രേറ്റ് ദ വർക്ക് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വ്യത്യസ്തമായ മാനേജേഴ്സ്, അവരൊക്കെ അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കോർഡിനേഷൻ ആവശ്യമാണ്. അപ്പം ഇത്രയുമാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ. എന്താണ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഘടകങ്ങൾ. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പറഞ്ഞു അതിന്റെ ഫംഗ്ഷൻ, മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. 6ാമത്തതാണ് കോർഡിനേഷൻ എന്ന ഫംഗ്ഷൻ. ആ ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ എന്ന ഫംഗ്ഷന് 3 ഘടകങ്ങളാണ്. 1 ഇന്റഗ്രേഷൻ ആണ്, 2 ബാലൻസിംഗ് ആണ്, 3 ടൈമിംഗ് ആണ്. അപ്പോൾ എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എഴുതിക്കൊള്ളണം. 1 ഇന്റഗ്രേഷൻ ആണ്, 2 ബാലൻസിംഗ് ആണ്, 3 ടൈമിംഗ് ആണ്. അപ്പോൾ എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ ഏതൊക്കെയാണ്? ഇന്റഗ്രേഷൻ, ബാലൻസിംഗ് ആൻഡ് ടൈമിംഗ്. ഇനി ഓരോന്നും നോക്കാം. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, കമ്പൈനിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹോൾ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കമ്പൈൻ ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്നു. അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് അൺറിലേറ്റഡ് ആക്ടിവിറ്റീസ്. എന്താണ് അൺറിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന പ്രവർത്തനവും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന പ്രവർത്തനവും രണ്ടാണ്. ഇപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് എങ്ങനെ പ്രൊക്യൂർ ചെയ്യാമെന്നും അതെങ്ങനെ അപ്ലിക്കേഷൻ, അതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും ആണ് ഫിനാൻസ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവര് ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അപ്പൊ അൺറിലേറ്റഡ് ആണ്. മാർക്കറ്റിംഗ് എന്നതും ഫിനാൻസ് എന്ന് പറയുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ അൺറിലേറ്റഡ് ആയ കാര്യങ്ങളെ യൂണിഫിക്കേഷൻ, ഒറ്റ നിലയിലേക്ക് എത്തിക്കുക എന്നത് ഈ കോർഡിനേഷന്റെ ഒരു എലമെന്റ് ആണ്. അപ്പൊ കോർഡിനേഷന്റെ 1ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ
കമ്പൈനിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് അൺറിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ എലമെന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ എലമെന്റ് എന്താണ്? ബാലൻസിംഗ്. എന്താ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റിംഗ് ദ ആക്ടിവിറ്റീസ്, efforts and job of one department with that of another. അപ്പോ supplementing the activities, efforts and the job of one department with that of another എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോബ് മറ്റൊരു സപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ആ ജോബ് മുന്നോട്ട് പോകും. ഉദാഹരണമായിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് നടക്കണമെങ്കിൽ പണം ആവശ്യമാണ്. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പണം ആവശ്യത്തിന് സംഘടിപ്പിച്ചാൽ മാത്രമേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കോഓർഡിനേഷൻ ഒരു പ്രോസസ് നടക്കണം. ഇനി മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ്. മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി, പക്ഷേ പ്രൊഡക്ഷൻ അത്ര ആവശ്യമില്ല. പ്രൊഡക്ഷൻ ആവശ്യമായെങ്കിൽ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ ഈ വാങ്ങിക്കൂട്ടിയ സാധനത്തില് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച ഇത് കഴിച്ച് ബാക്കി വെറുതെയായി. അങ്ങനെ വെറുതെയായി കഴിയുമ്പോൾ സ്ഥാപനത്തിന് അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ നഷ്ടമില്ലാതിരിക്കണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ടാകും. ആ ഒരു കോർഡിനേഷൻ സാധ്യമായാൽ നമ്മൾ ഉത്പാദിപ്പിക്കാൻ പോകുന്നത് ഇത്ര ഉൽപ്പന്നമാണ്, അതിന് ഇത്ര റോ മെറ്റീരിയൽസ് മതി എന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം കൊടുക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൽ കൃത്യമായ കോർഡിനേഷൻ സാധ്യമാകും. അങ്ങനെ വരുമ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. Supplementing the activities, effort and job of one department with that of another, maintain a balance between departments' resources. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ് തമ്മിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. എന്താണ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈമിംഗ്. സെറ്റിംഗ് ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഇപ്പം സ്കൂൾ ടൈമിംഗ് എപ്പോഴാണ്? രാവിലെ ഹയർ സെക്കൻഡറി ആണെങ്കിൽ രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് 4:45 അവസാനിക്കും. അത് ആ ടൈമിങ്ങില് ഈ 9 മണി മുതൽ 4:45 വരെയുള്ള ടൈമില് എന്തൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന ടൈം ഷെഡ്യൂൾ നമുക്കുണ്ട്, നമ്മുടെ സ്കൂളിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനില് ഓരോ ആക്ടിവിറ്റിക്കും കൃത്യമായ സമയം സെറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമ്മൾ 1000 കാറുകളാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ കാർ ഉത്പാദിപ്പിക്കുക എന്നത് ഈ സ്ഥാപനത്തിന്റെ ഗോളാണ്. അപ്പോൾ ഈ 1000 കാറുകൾ ഉത്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ആ ഒരു മാസം കൊണ്ടാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു മാസം കൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഈ കാർ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, മറ്റ് മെഷീനറികളൊക്കെ തന്നെ അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് പണം ശേഖരിക്കണം. അപ്പം അവരെ കൃത്യമായിട്ട് പണം സംഘടിപ്പിക്കുന്നു. ഇത്ര സമയം കൊണ്ട് ഇത്ര രൂപ സംഘടിപ്പിക്കുന്നു, ഇത്ര കാലം കൊണ്ട് ഇത്ര കാറുകൾ ഉണ്ടാക്കണം, ആ കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ഇത് ഇത്ര വിറ്റഴിക്കണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യും. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിനാവശ്യമായ ആളുകളെ, ജോലിക്കാരെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ടൈമിനനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളും സെറ്റ് ചെയ്യണം. അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോഓർഡിനേഷന്റെ എലമെന്റ്, അതായത് ഘടകങ്ങളാണ്, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 3 കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇത് എക്സാമിന്. ഇനി കോഓർഡിനേഷനും കോഓപ്പറേഷനും തമ്മിലൊരു വ്യത്യാസം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ കോഓർഡിനേഷൻ എന്ന് പറയുന്നതും കോഓപ്പറേഷൻ എന്ന് പറയുന്നതും രണ്ടു വാക്കാണ്. ചില കുട്ടികളായി സംശയിക്കാറുണ്ട് കോർഡിനേഷനും കോഓപ്പറേഷനും ഒന്നാണ്. അതല്ല. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് എഫേർട്ട് ബൈ എ മാനേജർ. അതൊരു മാനേജർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വളണ്ടറി ആറ്റിറ്റ്യൂഡ് ഓഫ് മെമ്പേഴ്സ്.
ഒരു സ്ഥാപനത്തിൽ പ്രവർത്തനം നടക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു മാനേജറുടെ ഒരു ശ്രമമാണ്, ഒരു പ്രവർത്തനമാണ്. എന്നാൽ ആളുകൾ തമ്മിൽ സഹകരണം എന്ന് പറയുന്നത് അത് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഈ സ്ഥാപനത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണം എന്ന് ചിന്തിക്കുന്നത് വളണ്ടറിയാണ്, സ്വയം തോന്നുന്നതാണ്. വളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വയം തോന്നുന്നതാണ്. ഇനി കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫുൾഫിൽഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻ. ഔപചാരികമായും അതുപോലെ തന്നെ അനൗപചാരികമായതുമായ ബന്ധങ്ങളിലൂടെ നിറവേറ്റാൻ പറ്റിയ ഒരു സംഗതിയാണ് കോർഡിനേഷൻ. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഫോർമാലിറ്റിക്ക് അനുസരിച്ച് അവരുടെ ഷെഡ്യൂൾ, അവരുടെ ഒരു പ്രോട്ടോകോളിനനുസരിച്ച് അവര് ചെയ്യുന്ന പ്രവർത്തനമാകാം. അത് ഇൻഫോർമൽ ആയിട്ടും ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലുള്ള റിലേഷൻ ആവാം. എന്നാൽ ഒറിജിനേറ്റ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ റിലേഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു ഫോർമൽ റിലേഷനുണ്ട്, ഇൻഫോർമൽ റിലേഷനുണ്ട്. കോർഡിനേഷൻ എങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏത് റിലേഷനിലൂടെ മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്? ഇൻഫോർമൽ റിലേഷനിലൂടെ മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്നു. മറ്റേതാണെങ്കിൽ ഇൻഫോർമലിൽ നിന്നും നോർമലിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നവരിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നു. ഇനി ത്രൂ കോഓപ്പറേഷൻ കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. നോക്കൂ, കോഓപ്പറേഷനിലൂടെ കോർഡിനേഷൻ നേടാം. സഹകരണത്തിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഏകോപനം സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥന്മാരും മാനേജറും മറ്റു തൊഴിലാളികളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കോർഡിനേഷൻ സാധ്യമാകും. ഫോർ കോഓപ്പറേഷൻ കോർഡിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പൊ കോഓപ്പറേഷൻ എന്താ ആവശ്യമില്ല? കോർഡിനേഷനിലൂടെ സാധനം ആവശ്യമില്ല. മനസ്സിലായില്ല? അതായത് കോഓപ്പറേഷനിലൂടെ കോർഡിനേഷൻ എന്ന ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റും. സഹകരണം എന്ന ലക്ഷ്യം ഏകോപനത്തിൽ നേടാൻ പറ്റും. പക്ഷേ സഹകരണത്തിന് എന്താവശ്യമില്ല? കോർഡിനേഷൻ ആവശ്യമില്ല. സഹകരണം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കണമെങ്കിൽ അവിടെ ഈ കോർഡിനേഷൻ്റെ കാര്യം നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് മൂന്നുമാണ് ഇതിന്റെ ഡിഫറൻസ്. അഥവാ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കണം. കോർഡിനേഷൻ എഴുതുന്നു ഇപ്പുറത്ത്, കോഓപ്പറേഷൻ രണ്ട് ഭാഗമാക്കുന്ന പേജിനെ എന്നിട്ട് എഴുതുകയാണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് എഫോർട്ട് ബൈ എ മാനേജറാണ്. എന്നാൽ ഇതൊരു വളണ്ടറി ആറ്റിറ്റ്യൂഡ് ഓഫ് മെമ്പേഴ്സ് ആണ്. രണ്ട് ഇറ്റ് ക്യാൻ ബി ഫുൾഫിൽഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻ. അത് ഫോർമൽ റിലേഷനിലൂടെയും ഇൻഫോർമൽ റിലേഷനിലൂടെയും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എന്നാൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർമൽ റിലേഷനിൽ നിന്ന് മാത്രം ഇൻഫോർമൽ റിലേഷനിൽ നിന്ന് മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമുക്ക് കോഓപ്പറേഷനിലൂടെ നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് കോഓപ്പറേഷൻ അനുസരിച്ച് കോർഡിനേഷൻ എന്ന് പറയുന്ന കാര്യം നിർബന്ധമില്ല. ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് ഈ പാഠം, ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മാത്രം കാണുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3 നിർബന്ധമായിട്ടും കാണണം. ഇത് 4 കാണുന്നതോടുകൂടി ഒരു സംശയം വേണ്ട, ഈ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അനവസരങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുള്ളൂ. ഈ കൊറോണ പോലുള്ള ഈ ഒരു അനവസരമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ക്ലാസ്സുകളും മറ്റും കേട്ടുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കുക. അടുത്ത വർഷം ബിസിനസ് സ്റ്റഡീസിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി നിങ്ങൾ വിജയിക്കണം. അങ്ങനെ ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ 3ാമത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ഇത് കണ്ട് നിങ്ങൾ സാധാരണ യൂട്യൂബ് ചാനലിൽ മറ്റു പല പരിപാടികൾ കാണുമ്പോൾ ഇത് കാണരുത്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. മറ്റ് ചാനലുകളിലൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് കാണാൻ ഒഴിവാക്കി കളയും, പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ ഇതങ്ങനെ ചെയ്ത് ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ്. തീർച്ചയായിട്ടും മുഴുവൻ കാണണം. കണ്ടാൽ മാത്രം പോരാ, ഇടയ്ക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വീണ്ടും ഒന്ന് റീവൈൻഡ് ചെയ്തുകൊണ്ട് അത് കാണണം. അങ്ങനെ നോട്ട് എഴുതിക്കൊണ്ട് ഈ പാഠം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ ഇത് പൂർണ്ണമാവുകയാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ 4 എപ്പിസോഡ് കഴിഞ്ഞു. ഇനി 2ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഊർജ്ജം നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇതുമായിട്ട് സഹകരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സെഷൻ വ്യക്തമാകുന്നു.